ഹായ്, ഇത് ഇന്ന് കളിച്ച 90% മേലെ ആക്യുറസി ഉള്ള ഒരു ഗെയിമിൻ്റെ റിവ്യൂ ആണ്. ഗെയിമിൽ അറൗണ്ട് 29 ബെസ്റ്റ് മൂവ്, 6 എക്സലൻ്റ്, ഗുഡ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അറൗണ്ട് 1900 റേറ്റിംഗ് ഒക്കെ ഉള്ള മിഡിൽ ഗെയിമിൽ എൻ ഗെയിമിൽ 2 ഗ്രേറ്റ് മൂവ്സൊക്കെ കിട്ടിയിട്ടുള്ളൊരു ഭേദപ്പെട്ട ഒരു ചെസ് ഗെയിമാണ്. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഒന്ന് കാണാം. സോ ഇതിൽ ഞാൻ നോർമൽ E4 ഓപ്പണിംഗ് തന്നെയാണ് പ്ലേ ചെയ്തേക്കുന്നത്. E4, D6, C3, Knight F6, C4. സോ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു തന്നെയാണ് എൻ്റെ പ്ലാൻ. അവർ ഓപ്പോണൻറ്റ് നൈറ്റ് സൈഡിലേക്ക് കിങ് സൈഡിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാനാണെന്ന് ഇപ്പോൾ തോന്നുന്നു. അടുത്ത അവർ ബിഷപ്പ് ഓപ്പൺ ചെയ്യുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ബിഷപ്പ് തന്നെയാണ് അവർ ഓപ്പൺ ചെയ്തത്. ഞാനും ബിഷപ്പിനെ നൈറ്റിനെ അഗൻസ്റ്റായിട്ട് വെച്ച് ഓപ്പണിങ് ചെയ്തു. പിന്നീട് ഞാൻ ക്യൂവിനെയാണ് കളിച്ചത്. ക്യൂവിനെ കളിച്ചത് ആക്ച്വലി ഒരു ഇനാക്യുറസി ആയിട്ടാണ് കാണിക്കുന്നത്. ബിക്കോസ് അവർക്കിപ്പോൾ വേണമെങ്കിൽ എൻ്റെ ബിഷപ്പിനെ കിക്ക് ചെയ്യാം. അതായത് ബിഷപ്പിനെ ഞാൻ വീണ്ടും പ്ലേ ചെയ്ത് കളിക്കേണ്ടി വന്നേനെ. വാട്ടവർ അവർ കിക്ക് ചെയ്തില്ല. അവർ കൊണ്ടുവന്നിട്ട് ബിഷപ്പിനെ അവിടെ തന്നെ വെച്ച് എൻ്റെ ക്യൂവിനെ ചലഞ്ച് ചെയ്തു. ഇപ്പോൾ വീണ്ടും എനിക്ക് ഈസി ആയിട്ട് അവരുടെ ബിഷപ്പിനെ കിക്ക് ചെയ്യാനും ക്യൂവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് അതൊരു ഇനാക്യുറേറ്റ് മൂവ് ആയിപ്പോയത്. ഞാൻ ക്യൂവിനെ സേവ് ചെയ്തു, പ്രൊട്ടക്റ്റ് ചെയ്തു. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലേയിൽ അവർ ഈ വൈറ്റ് ബിഷപ്പിനെ ചേഞ്ച് ചെയ്തില്ല, പൊസിഷൻ മൂവ് ചെയ്തിട്ടില്ല, പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ ആ നൈറ്റിനെ ബിഷപ്പ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വൈറ്റ് ബിഷപ്പിനെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അവർക്ക് ഈ വൈറ്റ് ബിഷപ്പിനെ മൂവ് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് പ്രീവിയസിൽ ഈ ബിഷപ്പിനെ കിക്ക് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റിയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞത്. അവർ ബിഷപ്പിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക ചെയ്തത്. എഗെയിൻ എനിക്ക് പോൺ പുഷ് ചെയ്തിട്ട് ബിഷപ്പിനെ കിക്ക് ചെയ്യാം. സോ അത് തന്നെയാണ് റിവ്യൂവിലും പറയുന്നത്. സോ അവർ ബിഷപ്പിനെ സേഫായിട്ട് സ്ക്വയറിലേക്ക് മൂവ് ചെയ്തു. 2 ഓപ്പൺ ഡയഗണൽസ് ഉണ്ട്. സോ നല്ലൊരു പൊസിഷനിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തത്. ഇവിടെ ഞാൻ ആക്ച്വലി ഈ നൈറ്റിനെ എടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ വൈറ്റ് ബിഷപ്പ് ആക്ച്വലി എൻ്റെ വൈറ്റ് ബിഷപ്പിന് ഇപ്പം കിങ്ങിന് അഗൻസ്റ്റ് ആയിട്ടിരിക്കുന്ന വൈറ്റ് സെല്ലിലുള്ള പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതിനെ പിൻ ചെയ്തിട്ടുള്ളത് കിങ്ങിന് അഗൻസ്റ്റ് ആയിട്ട്. സോ അതുകൊണ്ട് തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മുമ്പിലുള്ള ബിഷപ്പിനെ എനിക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. ബിക്കോസ് അതിന് പുറകിലുള്ള പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോണിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഞാൻ ആ നൈറ്റിനെ എടുക്കുന്നത്. അതുകൊണ്ട് ആ നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ക്യൂൻ ആ ഒരു ലൈൻ ഓപ്പണായി കിട്ടും. ആ ഒരു ലൈൻ ഓപ്പണായി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പോണിനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതായിരുന്നു സ്ട്രാറ്റജി. സോ ഞാൻ നൈറ്റിനെ എടുത്തു. അതൊരു ഗ്രേറ്റ് മൂവാണ്. അവർ റീക്യാപ്ചർ ചെയ്തു. അവർ ആക്ച്വലി പോണിനെ വെച്ച് റീക്യാപ്ചർ ചെയ്ത് മേ ബി ആ ഒരു എൻ്റെ കിങ്ങിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലൈൻ ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു ലൈനിലേക്ക് റൂക്കിനെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കണം. സോ ഞാൻ ഡയറക്റ്റായിട്ട് എടുക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാലും അവർക്ക് പിന്നെ അവർ ബിഷപ്പിനെ വെച്ചിട്ട് എൻ്റെ ബിഷപ്പിനെ കവർ ചെയ്യും. പിന്നെ ആ ബിഷപ്പ് റൈഡും ജസ്റ്റ് ഈ ഒരു പോണുമായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് തോന്നാത്തതുകൊണ്ട് അത് അവിടെ തന്നെ ആ ഒരു പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പോണിനെ തള്ളിയത്. അതൊരു മിസ്സായിട്ടാണ് കാണിക്കുന്നത്. എന്തോ അവർ വീണ്ടും അവരുടെ സൈഡിൽ നിന്നുള്ള മിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി പിൻഡായിട്ടിരിക്കുന്ന സമയത്ത് ആ പിൻ റിമൂവ് ചെയ്യാതെ അവർ ഒരു പോണിനെ പുഷ് ചെയ്ത് എനിക്ക് അറ്റാക്ക് തരുന്നു എന്നുള്ളതാണ് അവരുടെ സൈഡിലുള്ള ഇനാക്യുറസി. ഞാൻ ആ പോണിനെ എടുത്തു. ലേറ്റാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതങ്ങ് എടുത്തു. അവരിവിടെ ഒരു പോണെടുത്തു. ഞാൻ അതിന് വേണ്ടി നൈറ്റ് വെച്ചെടുത്തു. എനിക്ക് അവിടെ ഒരു ചെക്ക് തന്നു. ഇതായി ഒരു ആവശ്യമില്ലാതെ വളരെ അൺവാണ്ടഡ് ആയിട്ടൊരു ചെക്കായിരുന്നു. ബിക്കോസ് എനിക്കിതിനെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. എനിക്കിവിടെ ഒരു പോണിനെ വെച്ച് പുഷ് ചെയ്യാം. അല്ല നൈറ്റ് വെച്ച് കവർ ചെയ്താൽ തന്നെ ഇവിടെ ക്വീനിൻ്റെ പ്രൊട്ടക്ഷൻ നൈറ്റിനുണ്ട്. പിന്നെ അവിടെ നിന്ന് നൈറ്റിന് വേണമെങ്കിൽ വെച്ചിട്ട് അടുത്ത ബ്ലാക്ക് പോണിനെ എടുക്കാം ക്വീനിൻ്റെ അടുത്തുള്ള. അങ്ങനെ അത് കഴിഞ്ഞ് ചെക്ക് മേറ്റ് അറ്റാക്കിലേക്ക് പോകാൻ പറ്റും. സോ ഇത് വളരെ അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു
ചെക്കായി പോയി. അപ്പോൾ ഞാൻ തൽക്കാലം പോണിനെ പുഷ് ചെയ്തിട്ടാണ് കവർ ചെയ്തത്. അതൊരു ഗ്രേറ്റ് മൂവാണ്. അതിനോട് ഈസി ആയിട്ട് കിക്ക് ചെയ്യാം. നൈറ്റ് ഏറ്റവും ഫ്രണ്ട് ലൈനിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എപ്പോഴും. അങ്ങനെ ക്വീൻ വീണ്ടും തിരിച്ചു പോയി. വെറുതെ അവരുടെ രണ്ട് പ്ലേ വേസ്റ്റായി. ഇപ്പോൾ ആക്ച്വലി എൻ്റെ നൈറ്റ് കിങ്ങിനെ അഗെയിൻസ്റ്റ് അവർ പിൻ ചെയ്തിട്ടാണുള്ളത്. എൻ്റെ നൈറ്റിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ നൈറ്റ് വെച്ചിട്ട് ഞാൻ ക്വീനിനടുത്തേക്ക് പ്ലേസ് ചെയ്യും. അവിടെ അത് കഴിഞ്ഞിട്ട് ചെക്ക്മേറ്റ് അറ്റാക്കിലേക്കും പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. സോ ഞാൻ അടുത്ത നൈറ്റിനെയും കൊണ്ടുവന്നു. ആ നൈറ്റ് വെച്ചിട്ട് ഒരു ചെക്ക്മേറ്റ് അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അത് മുന്നിൽ കണ്ടിട്ട് അവരെൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാണ്. ബിഷപ്പിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ പോൺ വെച്ചിട്ട് എൻ്റെ ക്വീനിനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള നല്ല ഗെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഡയറക്റ്റായിട്ട് ആ ബിഷപ്പിനെ എടുക്കാം. ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ അവർ ക്വീൻ വെച്ചിട്ട് എൻ്റെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യും. ദെൻ എനിക്ക് അടുത്ത ഈ ഒരു സൈഡിലുള്ള H5 പോണിനെ എടുത്തിട്ട് ഗെയിം മുമ്പോട്ട് കൊണ്ടുപോകാം. എനിക്ക് ഈ അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ തൽക്കാലം ഞാൻ അതിനെ ബിഷപ്പ് ട്രേഡ് ചെയ്യേണ്ട എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഈ പോണിനെ മാത്രം ക്യാപ്ചർ ചെയ്തു H5. അവർ റൂക്കിനെ കൊണ്ടുവന്ന് ആ ഓപ്പൺ ലൈനിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ വീണ്ടും മുമ്പിലേക്കൊരു അറ്റാക്ക് കൊണ്ടുവരികയാണ്. സോ അവർ എൻ്റെ ബിഷപ്പിനെ എടുത്തു. നമ്മൾ ഈക്വൽ ട്രേഡാണ്. ആക്ച്വലി എനിക്കത് തിരിച്ചെടുക്കാം, ബിക്കോസ് എൻ്റെ നൈറ്റ് ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് ആണ്. അവർക്ക് പിൻ ചെയ്യാനുള്ള ചാൻസ് ഇവിടെ മിസ്സായി. ബിക്കോസ് ആ പോണിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പോൺ കൊണ്ട് എടുക്കും. നൈറ്റ്സ് രണ്ടും പ്രൊട്ടക്റ്റഡ് ആണ്. അവർക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ ക്യൂവിനെ തരേണ്ടി വരും. ക്യൂവിനെ തന്നിട്ട് ഒരു ചെക്ക് വെക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അവരതൊരിക്കലും ചെയ്യില്ല. അവർ വീണ്ടും അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോണിനെ കൊണ്ടുവരികയാണ്. പോണിനെ കൊണ്ടുവന്ന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേങ്കിൽ അത് ഈ ഒരു സ്റ്റേജിൽ ഇത്രയും ഫ്രണ്ട് ലൈനിൽ എൻ്റെ അറ്റാക്ക് നടക്കുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ അത്ര കൃത്യമല്ലാത്തൊരു മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ അക്രസി ആയിട്ട് കാണുന്നത്. ഞാൻ ഈസിയായിട്ട് ക്യാൻസൽ ചെയ്തു. ഞാൻ ആ ലൈനിലൊരു അറ്റാക്കിംഗ് റൂക്കിനെ കൊണ്ടുവന്നു. സോ എൻ്റെ എല്ലാ കരുക്കളും ആക്ച്വലി അറ്റാക്കിംഗ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഇപ്പോഴും ഒരു റൂക്കും ഒരു നൈറ്റും സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ തന്നെയാണ്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സും. ഞാൻ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്ത അറ്റാക്ക് കൊണ്ടായിരിക്കാം അവർക്കത് ഓപ്പൺ ചെയ്യാനുള്ള അവസരം കിട്ടാതിരുന്നത്. സോ ഇപ്പോൾ എനിക്ക് ആ പോണിനെ ഫ്രീ ആയിട്ട് എടുക്കാം. അടുത്ത മൂവിൽ എൻ്റെ റോക്കും നൈറ്റും അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതിന് സെയിം പോയിന്റിൽ. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ചെക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ചെക്ക്മേറ്റിലേക്ക് പോകാൻ പറ്റില്ല, ബിക്കോസ് ബിഷപ്പ് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്ലാക്ക് കോർണർ H8 സെൽ. സോ അവരിപ്പോൾ നൈറ്റിനെ ഓപ്പൺ ചെയ്തേക്കാണ്. നൈറ്റിനെ ആക്ച്വലി ആ കോർണറിലേക്കാണ് അവരെടുത്തത്. ശരിക്കും അത് സെൻറ്റർ മിഡ് ലൈനിലേക്ക് D7 വേണം കൊണ്ടുവരാൻ, ബിക്കോസ് അവർക്ക് ഇവിടെ ഒരു ഡിഫൻസ് ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു നൈറ്റിനെ യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ അവർ ചെയ്തിട്ടില്ല. സോ ഞാൻ ഡയറക്റ്റായിട്ട് ആ ഒരു പോണിനെ ഫ്രീ ആയിട്ട് കിട്ടിയ പോണിനെ എടുത്തു. അവർ നൈറ്റിനെ വീണ്ടും കൊണ്ടുവരാണ്. ആ കോർണറിലുള്ള 2A2 പോൺ ഹാങ് ആണ് എൻ്റെ. പക്ഷെ ഞാനതിനെ അതിനെ മൈൻഡ് ആക്കുന്നില്ല. ഞാനത് എനിക്കിവിടെ ബെറ്റർ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. സോ ഞാനിവിടെ ഒരു ചെക്ക് കൊടുത്തു. ആക്ച്വലി അതുകൊണ്ട് വലിയൊരു അഡ്വാൻറ്റേജ് ഇല്ലെങ്കിലും സ്റ്റിൽ എനിക്കൊരു ക്യൂവിനെ കുറച്ചുകൂടെ ക്ലോസറായിട്ട് കൊണ്ടുവരിക, ഒരു ചെക്ക്മേറ്റ് ത്രെറ്റ് അടുത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനത് കൊണ്ടുവന്നത്. വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ഈസിയായിട്ട് മൂവ് ചെയ്തു, പ്രൊട്ടക്റ്റഡ് ആണ്. എനിക്ക് അടുത്തൊരു ഫോളോയിങ് ചെക്ക് എനിക്ക് അത്ര വിസിബിളായിട്ട് തോന്നി ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നൈറ്റ് വെച്ചൊരു ചെക്ക് ഉണ്ടെങ്കിൽ അത് പോൺ പ്രൊട്ടക്റ്റഡ് ആണ് ആ സെൽസ്. സോ അഗെയിൻ ഞാൻ അതുകൊണ്ട് തന്നെ റൂക്കിനെ ഒരു ബാറ്ററി ക്രിയേറ്റ് ചെയ്യാൻ ഓപ്പൺ ഫയലിലേക്ക് റൂക്കിനെ കൊണ്ടുവന്നു. അവരൊരു ഈക്വൽ ട്രേഡാണ് ഓഫർ ചെയ്യുന്നത്. റൂക്കിനെ രണ്ടിനെ അങ്ങ് ട്രേഡ് ചെയ്തു. ബിക്കോസ് റൂക്ക് ഉള്ളത് ആക്ച്വലി അവർക്കാണ് അഡ്വാൻറ്റേജ്. എനിക്ക് ഓൾറെഡി നല്ല പൊസിഷനിൽ 2 നൈറ്റ് ഉണ്ട്. സൂപ്പർ ബെസ്റ്റ് പൊസിഷനിൽ ഒരു ക്വീനും ഉണ്ട്. സോ ഐ തിങ്ക് ഞാനാണ് ബെറ്റർ പൊസിഷനുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു 2 റൂക്കിനെ ട്രേഡ് ചെയ്തു. റൈറ്റ് സൈഡിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള 3 പോണും എനിക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. സോ ഞാനിപ്പോൾ ഒരു ചെക്ക്മേറ്റ് ത്രെറ്റിലേക്ക് കൊണ്ടുവരികയാണ്.
നൈറ്റ് അറ്റാക്ക് ചെയ്യുന്ന പോണിലേക്ക് ക്യൂവിനെ കൊണ്ടുവന്ന് ചെക്ക്മേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അവരതിന് മുമ്പ് ഒരു ബിഷപ്പ് ചെക്ക് നൈറ്റ് ചെക്ക് വന്നു. ഇത് ഞാൻ ആക്ച്വലി കുറച്ച് ഞെട്ടി, ബിക്കോസ് ബിഷപ്പ് ചെക്ക് വന്നു. കിങ്ങിന് റൈറ്റ് സൈഡിൽ ഡിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. D1 D2 ഈസ് ഓൾറെഡി കവേർഡ് ബൈ ക്വീൻ. സോ എനിക്ക് B1 B2ലേക്ക് മൂവ് ചെയ്തേ പറ്റൂ. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഇത് വന്നു, ബിക്കോസ് അത് കഴിഞ്ഞാൽ ബാക്ക് റാങ്ക് ചെക്ക്മേറ്റിലേക്ക് പോകുമല്ലോ എന്ന് പെട്ടെന്നൊരു പേടി വന്നു. നൈറ്റ് പ്രൊട്ടക്റ്റഡ് അല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു തൽക്കാലം. നൈറ്റ് പ്രൊട്ടക്റ്റഡ് അല്ലാത്തതുകൊണ്ട് നൈറ്റിനെ എടുത്ത് എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. അല്ല, നൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരുന്നെങ്കിൽ അവിടെ കളി കഴിഞ്ഞാൽ. സോ ഫസ്റ്റ് മൂവാണ് D2 D1. ദെൻ ക്വീൻ വന്നിട്ട് ആ ഒരു പോണിനെ ചെക്ക്മേറ്റ് അറ്റാക്ക് ഉണ്ടായിരുന്ന പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. സോ ഇപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ആക്ച്വലി കംപ്ലീറ്റ് വീക്ക്നെസ്സിലാണ് ഈ ഒരു അവരുടെ നൈറ്റ് ഹാങ് ആണ് എൻ്റെ കിങ്ങിനടുത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഡയറക്റ്റായിട്ട് ക്യൂൻ ട്രൈഡ് ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷനിലാണുള്ളത്. സ്റ്റിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് ഒരു റാൻഡമായിട്ട് 2 മൂവ് ചെയ്തു. അവർ കവർ ചെയ്തു. ഈ ഒരു അറ്റാക്ക് ആക്ച്വലി നൈറ്റ് കിങ് എൻ്റെ നൈറ്റിനെ ക്ലോസറായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് അവരുടെ ക്യൂവിനെ ക്യാപ്ചർ ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ്. സ്റ്റിൽ അവർക്ക് മൂവ് ചെയ്ത് സേഫ് ആക്കാൻ പറ്റുന്ന രീതിയിലേ ഉള്ളൂ. ഇത് അവർ അടുത്തേക്ക് തന്നെ ക്യൂവിൻ്റെ അടുത്തേക്ക് തന്നെ കിങ്ങിനെ മൂവ് ചെയ്തു. പ്രൊട്ടക്റ്റഡ് ആണ്. സോ എനിക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. അവരുടെ കിങ് മുമ്പിലേക്ക് വന്നു എന്നുള്ളത് അവർക്കാണ് അഡ്വാൻറ്റേജ്. സോ എനിക്ക് ആക്ച്വലി ഈസി ആയിട്ട് ആ പോണിനെ എടുക്കായിരുന്നു. ഞാനൊരു അൺവാണ്ടഡ് ആയിട്ട് ക്വീനെ ഇങ്ങോട്ട് മൂവ് ചെയ്തൊരു ചെക്ക് കൊടുത്തു. എനിക്ക് മുകളിലും ആ ഒരു പോണിനെ എടുത്താൽ തന്നെ ചെക്ക് കിട്ടിയേനെ. ദെൻ അഗെയിൻ അവർ ക്വീനെ കൊണ്ട് ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ കൺഫേം ചെയ്ത് ഇത് നമുക്ക് ക്വീനെ ട്രേഡ് ചെയ്യാമെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ ക്വീനെ എടുത്തു, അവർ റീക്യാപ്ചർ ചെയ്തു. ഇപ്പോൾ നോക്കിയാൽ എനിക്ക് അവരുടെ നൈറ്റ് ഹാങ് ആയതുകൊണ്ട് അതിനെ എനിക്ക് ക്യാപ്ചർ ചെയ്യാം. എനിക്ക് റൈറ്റ് സൈഡിലുള്ള എൻ്റെ പോയിൻറ്റ്സിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എനിക്ക് ക്യൂനാക്കാൻ പ്രൊമോട്ട് ചെയ്ത് ക്യൂനാക്കാൻ പറ്റും. ഈ ഗെയിം ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കയ്യിലാണുള്ളത്. സോ ഞാൻ നൈറ്റ് ക്യാപ്ചർ ചെയ്യുന്നു. അവർ ബിഷപ്പിനെ കൊണ്ടുവന്ന് പോൺ ലൈനിനെ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. ഞാൻ ബിഷപ്പിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് ബാക്ക് റാങ്കിലേക്ക് G1ലേക്ക് വരുന്നു. ജസ്റ്റ് ഈസി ആയിട്ടുള്ള പോൺ പുഷിങ്. അവരെൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. എനിക്ക് ആക്ച്വലി ആ ഒരു പോണിനെ ക്യാപ്ചർ ചെയ്യായിരുന്നു. ഞാനെന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഈ കിങ്ങിനെ ഫ്രണ്ട് ലൈനിൽ നിന്ന് ബാക്കിലേക്ക് കൊണ്ടുവരണം എന്നൊരു ഇൻറ്റൻഷൻ എനിക്കുണ്ടായിരുന്നു. ഈവൻ തോ അത് നല്ല ഗെയിമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. സ്റ്റിൽ ഞാനത് അതുകൊണ്ടാണ് ബാക്കിലേക്ക് തന്നെ ചെക്ക് കൊടുത്തത്. സോ ദെൻ കിങ് താഴേക്ക് വന്ന് ബാക്ക് ലെവലിലുള്ള H3 പോണിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി എത്തി. സോ ഞാൻ ആ ടൈമിൽ G5ലേക്ക് പോണിനെ പുഷ് ചെയ്യാണ്. അത് പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു നൈറ്റ് അവിടെയുണ്ട്. വേണമെങ്കിൽ അവർക്ക് ആക്ച്വലി അതിനെ എടുക്കാം, ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് വലിയ അഡ്വാൻറ്റേജ് ഇല്ലെങ്കിലും പെട്ടെന്നുള്ളൊരു പ്രൊമോഷൻ ഒഴിവാക്കാം, അത്രയേ ഉള്ളൂ. അവരത് ക്യാപ്ചർ ചെയ്യുന്നില്ല. അവർ ഫ്രീ ആയിട്ടുള്ള H3 പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഞാൻ പോൺ പുഷ് ചെയ്യുന്നു. അവർ ക്യാപ്ചർ ചെയ്യുന്നു. ഞാൻ റീക്യാപ്ചർ ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിൽ അവർ ബിഷപ്പിനെ ഇട്ട് ഓപ്പണൻറ്റ് ആ ഒരു ബ്ലാക്ക് സെല്ല് കവർ ചെയ്യുകയാണ്. G7 ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് അങ്ങോട്ട് പുഷ് ചെയ്യണം. പക്ഷേ ഇത് അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ടൈമിൽ നൈറ്റിനെ വെച്ചിട്ട് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബിഷപ്പിന് ഇപ്പോൾ മൂവ് ചെയ്യാനും ആ ഒരു G7 എന്ന് പറയുന്ന സെല്ല് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റിയ വേറെ ഒരു മൂവ്മെൻറ്റും ഇല്ല, പോസിബിൾ അല്ല. F8 എന്ന് പറയുന്ന സെല്ലിലേക്ക് മൂവ് ചെയ്യാമെങ്കിലും അതെൻ്റെ നൈറ്റ് ഓൾറെഡി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റ് 2 സെൽസും H6ഉം G7ഉം ഇപ്പോൾ അറ്റാക്ക് ചെയ്ത നൈറ്റും കവർ ചെയ്യുന്നുണ്ട്. സോ ബിഷപ്പിന് എൻ്റെ പോണിനെ കവർ ചെയ്യാനോ തടയാനോ പറ്റുന്ന രീതിയിലുള്ളൊരു സേഫായിട്ടുള്ള സെല്ല് ഇല്ല. സോ അവർ ജസ്റ്റ് കിങ്ങിനെ കളിക്കുകയാണ്. കിങ്ങിനെ വെച്ചിട്ട് എൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാണ്. ഞാൻ ആ നൈറ്റിനെ വെച്ച് ബിഷപ്പ് എടുത്തൊരു ചെക്ക് കൊടുത്തു. കിങ് മൂവ് ചെയ്തു. ഞാൻ പോൺ പുഷ് ചെയ്തു. നൈറ്റ് ക്യാപ്ചർ, ക്വീൻ പ്രൊമോഷൻ. ഇനി ജസ്റ്റ് ചെക്ക് മേറ്റിലേക്കുള്ളൊരു മൂവ്മെൻറ്റ്സ് മാത്രം. ഏറ്റവും ബെസ്റ്റ് മൂവ്സ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സ്റ്റിൽ ഞാൻ എക്സലൻറ്റ് മൂവ് ത്രൂ ചെക്ക് മേറ്റിലേക്ക് പോവാണ്. ചെക്ക് മേറ്റ് നല്ലൊരു സിമ്പിളായിട്ടുള്ള ഗെയിമായിരുന്നു. ചെറിയ ടാക്ടിക്കൽ അഡ്വാൻറ്റേജ് കൊണ്ട് ആ വിന്നിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു.
ഈ അടുത്ത് കളിച്ച ഗെയിമുകളിൽ എല്ലാം വളരെ താഴെ 60-70 റേഞ്ച് ആക്യുറസി ആയിരുന്നു. സോ ഇത് 90% ആക്യുറസി വിത്തൗട്ട് വലിയ മിസ്റ്റേക്സ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബൈ ബൈ.